ഹലോ ഗൈസ്, സൺഡേ എപ്പിസോഡിന്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലും മറക്കരുത്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്, സപ്പോർട്ടൊക്കെ ചെയ്യ്. അപ്പം നമുക്ക് ബിഗ് ബോസിന്റെ റിവ്യൂയിലോട്ട് പോവാം. ഇന്നലെ എന്താ നടന്നത്? ഇന്നലെ എന്തായിരുന്നു മസ്താനിയുടെ എവിക്ഷൻ? അയ്യോ, ഇങ്ങനെ നാണം കെട്ട് നാറിപ്പോയ ഒരു എവിക്ഷൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഇത് കാലമേ അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന പോലെ ഒരു സംഭവം ഇപ്പൊ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഒരു വല്ലാത്ത എവിക്ഷൻ ആയിരുന്നു ഇന്നലെ മസ്താനിയുടെ എവിക്ഷൻ. ഇങ്ങനെ ഇത് കർമ്മ എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഒരാഴ്ചത്തെ ഗ്യാപ്പേ വന്നുള്ളൂ കർമ്മ തിരിച്ചടിക്കാനായിട്ട്. കഴിഞ്ഞ ആഴ്ച അപ്പാനെ പോയപ്പം ക്യാമറ വന്ന് ചിരിച്ച് കൈ കൊട്ടി സന്തോഷിച്ച് നടന്ന മസ്താനി ഇത് കരഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെ വരെ കളിയാക്കി. നിങ്ങൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചിട്ട് അവരെയൊക്കെ ഇരുന്ന് കളിയാക്കി. ആ മസ്താനി ബിന്നിയോട് അടുത്ത ആഴ്ച ബിന്നി ജസ്റ്റ് മിസ്സാ, അടുത്ത ആഴ്ച ബിന്നിയെ ബാക്കി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മസ്താനി ദേ കിടക്കുന്നത്, ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി. എന്തൊരു പോക്കല്ല. അയ്യോ, ആര്യൻ പൊട്ടത്തരവും മടത്തരവും ഒക്കെ മൊത്തം കാണിക്കുന്നെങ്കിലും പക്ഷെ ഇന്നലത്തെ ആര്യന്റെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം ആര്യന് മാത്രം അത്ര ഗട്ട്സ് ഉള്ളൂ. പുറത്ത് നെഗറ്റീവ് അടിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കാതെ ചെയ്യുന്ന ഒരു വ്യക്തി ആര്യൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആര്യൻ ഇന്നലെ അത് കൊണ്ടാടി ആഘോഷിച്ചു. അക്ബർ എന്നൊക്കെ ഇവര് ഈ മുഖംമൂടി പനി പോയപ്പം പുലിയുടെ മുഖംമൂടി ആയിരുന്നല്ലോ വെച്ച് ഡാൻസ് കളിച്ചിട്ട് വേട്ടക്കാരൻ വന്ന് കൊണ്ടുപോയിരുന്നില്ല. ഈ മുഖംമൂടി അവര് കൊടുക്കാണ്ട് സൂക്ഷിച്ചു വെച്ചിട്ട് ഈ മസ്താനി എന്നാവട്ടാവുന്നോ അന്ന് മസ്താനിക്കിട്ട് പണി കൊടുക്കാനായിട്ട് അവര് വെച്ചിരുന്നതാ. ഒന്നൊന്നര എവിക്ഷനായി പോയി. മസ്താനി ആകപ്പാടെ ടാറ്റ ബൈ ബൈ പറഞ്ഞത് നിവിനോടും ലക്ഷ്മിയോടും മാത്രം, വേറെ ആരോടും ഒരു ഇല്ലാണ്ട് ഇറങ്ങിപ്പോയി. പിന്നെ മൊത്തത്തിൽ പുച്ഛമായിരുന്നു പുള്ളിക്കാരിക്ക്. ലാലേട്ടൻ്റെ അടുത്ത് ഇരുന്നപ്പോഴും പറഞ്ഞപ്പോഴും ഈ വോട്ട് ചെയ്തവരെ വരെ പുള്ളിക്കാരിക്ക് പുച്ഛത്തോടെ പറഞ്ഞത്. ഇത്രയും നാണം കെട്ട ഒരു എവിക്ഷൻ, എൻ്റെ ദൈവമേ. പുള്ളിക്കാരി അവിടെ കാണിച്ചു കൂട്ടിയതിൻ്റെതായിട്ടാ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് മസ്താനിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വരുമല്ലോ. ആ ഇന്റർവ്യൂവിനകത്ത് മസ്താനിനെ വലിച്ചു കീറി വെച്ചിട്ടാട്ടോ പോയിരിക്കുന്നത്. മസ്താനിക്ക് ഒന്നും പറയാനില്ല. ആ പുള്ളിക്കാരി ചോദിക്കുന്ന ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മസ്താനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. മസ്താനി ഓരോന്ന് പറയുമ്പോൾ അതിന് പ്രതിരോധമായിട്ട് പുള്ളിക്കാരി ഓരോന്ന് ചോദിക്കും. അപ്പം മസ്താനിക്കൊന്നും ഇല്ല. അപ്പം മസ്താനിക്ക് മനസ്സിലായി മസ്താനിയുടെ കുഴപ്പം കൊണ്ട് തന്നെയാ ഔട്ടായി എന്നുള്ളവരും. എന്നാലും ഒരു ഒന്നൊന്നര എവിക്ഷൻ ആയിപ്പോയി. ഞാൻ ഇത്രയും വർഷമായിട്ട് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു എവിക്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ ഒരു എവിക്ഷൻ ഇങ്ങനെ വീട്ടുകാർ ഒന്നടങ്കം നാണം കെട്ട് നാറ്റിച്ചു വിടുന്ന ഒരു എവിക്ഷൻ, എൻ്റെ പൊന്നെ. അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചത് നമുക്ക് നോക്കാവേ. അപ്പൊ ഇന്നലെ ഫസ്റ്റ് ലാലേട്ടൻ വന്നപ്പോൾ തന്നെ ഉന്നീലിന്റെ ആ പരാതി തീർപ്പാക്കിയായിരുന്നു ചെയ്തത്. അപ്പോൾ ഉന്നീലിന്റെ പരാതിയിൽ പിന്നെ മസ്താനിയോട് ഇങ്ങനെ ചോദിച്ചു. അത് ഇങ്ങനെ വീഡിയോ കാട്ടിക്കൊടുത്തി. ആ വീഡിയോ കാട്ടിക്കൊടുത്തവൻ ഒനീലിന്റെ കാല് തട്ടുന്നത് ഇങ്ങനെ വട്ടം വരച്ച് കറക്റ്റായിട്ട് കാട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോകുമ്പോഴത്തേനും ഒനീലിന്റെ കാല് തട്ടുന്നതും വീഴാൻ പോകുന്നതും അപ്പം മസ്താനിയുടെ വയറൊക്കെ എഴുപ്പിടിക്കുന്നതല്ല കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നന്നായിട്ട് സൂം ചെയ്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീട്ടുകാർക്ക് മനസ്സിലായി ഇതാണ് ഈ ലക്ഷ്മി പോലും, അത്രയും വാളും പരിചാട്ടുന്ന ലക്ഷ്മി പോലും ആ വീഡിയോ അപ്പോഴാണ് കാണുന്നത്. സംഭവം എല്ലാവർക്കും മനസ്സിലായി. ഇത് ലക്ഷ്മി കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവം എന്നുള്ള കാര്യം മനസ്സിലായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കേരളത്തിലെ ട്രാൻസ്പോർട്ടിൽ എങ്ങനെ 50 സെന്റിമീറ്റർ അളന്ന് കുറിച്ച് ലക്ഷ്മിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ലാലേട്ടൻ ചോദിക്കുന്നത്. ഒന്നുമില്ല, ഈ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ചമ്മി നാറി എന്താ പുള്ളിക്കാരി ഓർത്തോണ്ടെന്ന് പുള്ളിക്കാരിനെ ഇന്നലെ ഔട്ടാക്കുന്ന അങ്ങനെ ഒരു ഇന്നലെ ഇച്ചിരി വികാരമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ എന്തോ കരയാനായ പാവത്തിലും ഏതാണ്ടിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഒന്നും പറയുന്നില്ല. അപ്പൊ പുള്ളിക്കാരി ഞാൻ സോറി പറയുന്നു, എല്ലാവരോടും ഞാൻ സോറി പറയുന്നു, ഞാൻ ചെയ്തത് തെറ്റാ. പുള്ളിക്കാരി അങ്ങ് അഡ്മിറ്റ് ചെയ്തത് തെറ്റാന്ന്. അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്നലെ ശനിയാഴ്ച കിട്ടിയല്ലോ, ശനിയാഴ്ച തന്നെ ബാക്കി ഇന്ന് കിട്ടുമെന്ന് അറിയാം. കാരണം പുള്ളിക്കാരി അങ്ങ് അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരി എന്നെ അവിടെ കൊന്നിട്ട് സോറി പറയുന്നതിൽ കാര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്തു പോയി, തെറ്റായി, എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാ, ഒനിലോട് ഞാൻ സോറി പറഞ്ഞു എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. ഈ ശരിക്കും ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരാട്ടോ നമുക്ക് കുറെ സമൂഹത്തിന് ബാധ്യതയായിട്ട് നിൽക്കുന്നത്. ഇതിപ്പോ ആ വീഡിയോ അവിടെ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കരുതും ഒനിയിൽ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്.
ഇപ്പൊ ആ വീഡിയോ അവിടെ പ്രൂഫായിട്ട് വന്നുകൊണ്ടല്ലേ. അപ്പൊ ആ വീഡിയോ നമ്മളെ ലൈവിനകത്തൂടെ നമ്മൾ കണ്ടിട്ട് നമ്മൾ സംശയിക്കും, ചിലപ്പോൾ ഇതിങ്ങനെ നടന്നിട്ടുണ്ടാകാം, ഉണ്ടാകാതിരിക്കാന്നുള്ള പല രീതിയിൽ സംശയം വരും. അതെന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഒക്കെ അപാരമായിട്ട് ഇങ്ങനെ പറഞ്ഞ് സ്ഥാപിച്ച് കണ്ട പോലെ, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കണ്ട പോലെ പറഞ്ഞ് സ്ഥാപിച്ചെടുക്കുമായിരുന്നു. അപ്പൊ അത്രയും ചെയ്യാനുള്ള ഒരു അന്യം കഴിവാട്ടോ, അത് അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒനീലിന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു. അപ്പൊ ഒനീല് വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്തല്ലേ ഇരുന്നു. അപ്പൊ അമ്മ വിളിച്ചു, കുഴപ്പമില്ല, നിന്നെ കുറിച്ച് അഭിമാനമാണ്, നീ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒനീലിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച അമ്മ ഫോൺ കട്ടായി. അപ്പോൾ ഒനീലിന് അപ്പോഴാണ് തോന്നുന്നു ഒരു സമാധാനം വന്നത് കേട്ടോ. പിന്നെ അതിന് എല്ലാവരോടും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അക്ബറൊക്കെ പറഞ്ഞതൊക്കെ ചീഞ്ഞ കേസാണ് ലാലേട്ടാണ്, എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നത് എല്ലാം ചീഞ്ഞ കേസാന്ന് പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിക്ക് എന്തായാലും മനസ്സിലായി, ലക്ഷ്മി ചെയ്ത തെറ്റാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മി ഈ കേസിൽ, അത് ആദിലയുടെ നൂറയുടെ കേസിലൊന്നും സോറി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒനീലിന്റെ കേസിൽ സോറി പറഞ്ഞു. എന്തായാലും പുള്ളിക്കാരിക്ക് അതിൽ നിന്ന് എങ്ങനെ തല ഊരണം, വലിയ വാളും വലിയ ഇതൊക്കെ കൊണ്ട് രാജ്ഞിയാന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. പക്ഷെ 2 ദിവസത്തെ മോഹൻലാലിന്റെ പെർഫോമൻസ് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുമില്ലാണ്ടായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ജഡ്ജിമെന്റലായിട്ട് എല്ലാം ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ജഡ്ജിമെന്റലായതാ. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് ലക്ഷ്മിയാണ്, കുടുംബത്തിൽ പിറക്കാത്തവൻ, കുടുംബത്തിൽ കയറ്റാത്തവൻ, ഇങ്ങനെ ഏറ്റവും കൂടുതൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന ലക്ഷ്മിയാണ് ലാലേട്ടൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരിക്ക് ഒറ്റ നിപ്പല്ലാണ്ട് വേറെ ഒന്നുമില്ല, ഒറ്റ നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ അതിന് അത്രയും ഒനീലിന്റെ സംഭവത്തിൽ അങ്ങനെ ലക്ഷ്മിയെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒനീല് പറഞ്ഞു, എല്ലാ ആണുങ്ങളോടും സോറി പറയണമെന്ന്. എല്ലാ ആണുങ്ങളോടൊന്നും സോറി പറയണ്ട, അതിലെനിക്ക് വലിയ യോജിപ്പില്ല. എല്ലാ ആണുങ്ങളോടും എന്തിനാ സോറി പറഞ്ഞു, ഒനീലിനോട് ആത്മാർത്ഥമായിട്ട് അവിടെയുള്ള ആൾക്കാരോട് ഒന്ന് സോറി പറഞ്ഞാൽ മതി. പുള്ളിക്കാരി എന്തായാലും എന്ത് ചെയ്യാനും റെഡിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്തായാലും അതിൽ സോറി പറഞ്ഞു, ഒനീലിനോടൊക്കെ സോറി പറഞ്ഞു. ഒനീലൊക്കെ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ പ്രശ്നം അങ്ങനെ ലാലേട്ടൻ ഇന്നലത്തെ അത്രയും ഫയറല്ലായിരുന്നു ലാലേട്ടൻ. ഇത് ചെറിയ ഇങ്ങനെ കാമായിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ എല്ലാ കാര്യങ്ങളും തന്നെ പറയുകയും ചെയ്തു, കാമായിട്ടുള്ളതായിരുന്നു. പിന്നെ ആ പ്രശ്നം എന്താ, പിന്നെ ക്യാപ്റ്റൻസി, അഭിലാഷിന്റെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ നമ്മുടെ അനീഷ് ആദ്യമായിട്ട് ഒരു ക്യാപ്റ്റൻ നല്ലതാന്ന് പറയുന്നത് അഭിലാഷ് ഒരു നല്ല ക്യാപ്റ്റനാണ് അനീഷ് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര ആഴ്ചകളായിട്ട് ആദ്യമായിട്ടാണ് ഒരു ക്യാപ്റ്റൻ നല്ലതെന്ന് അനീഷ് പറയുന്നത് കേട്ടോ. അതെല്ലാം അനീഷിനൊക്കെ ഒരു അത്ഭുതമായിരുന്നു. പിന്നെ അത് ഇങ്ങനെ ടോയ്ലറ്റിൽ ഈ വിഷയം ഉണ്ടായാൽ ടോയ്ലറ്റ് ജിസയിൽ നന്നായിട്ട് ടോയ്ലറ്റ് അത് നന്നായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ടോയ്ലറ്റിന്റെ സംഭവങ്ങൾ നല്ലതായിരുന്നു. എന്താ അത് മൊത്തം പായല് പിടിച്ച എല്ലാ ഏരിയകളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്. പക്ഷെ ടോയ്ലറ്റ് ഏരിയയെ കുറിച്ച് മാത്രം ആർക്കും അഭിപ്രായം, കാരണം ജിസയിലൊന്നും ചെയ്യില്ല. ജിസയിലിന് ക്ലോസറ്റ് ഇടാനും കാര്യങ്ങളൊക്കെ ജിസയിലിന് പിന്നെ നിവിനും അവിടെ ഉണ്ടാകും, നിവിനൊന്നും ചെയ്യില്ലായിരുന്നു. അതിന് ടോയ്ലറ്റില് ഒന്നും തന്നെ ടോയ്ലറ്റിനെ കുറിച്ചായിരുന്നു കൂടുതൽ കംപ്ലൈന്റ് വന്നിരുന്നത്. പിന്നെ ഈ പാത്രം പ്ലേറ്റൊക്കെ കഴുകുന്നില്ലേ, അതിങ്ങനെ അനീഷ് ആരിനെ കൊണ്ട് കഴിയിപ്പിച്ച് വെച്ചല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ലാലേട്ടൻ പറഞ്ഞു കേട്ടോ, അതൊക്കെ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആരെന്നോണ പറയാം, ഞാൻ എപ്പോഴും കഴുകാറുണ്ട് ലാലേട്ട, അപ്പം മാത്രമേ കഴുകാതിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്നൊക്കെ ആണെങ്കിലും കുറെ പേരൊക്കെ പാത്രം കഴുകാതെ വെച്ച് ഇനി എനിക്ക് പറയാം, ബിഗ് ബോസ് ഈ സംഭവം ഈ പാത്രം കഴുകാത്തവരുടെ വീഡിയോ മാത്രം എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അവരെ പൊതുവെ നാണം കിടത്തും. ഇത്രയും നാളായിട്ടും സ്വന്തം പാത്രവും ഗ്ലാസ്സൊന്നും കഴുകാൻ പറ്റും വീഡിയോ തന്നെ എടുത്തിട്ട് ബിഗ് ബോസ് ടീംസ് അത് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടന് മുന്നിൽ പ്ലേ ചെയ്ത് കൊടുത്തിട്ട് അവരെ അങ്ങ് നാണം കിടത്തണം. അവരെന്തിനാ സേഫ് ആക്കി വെക്കുന്നത്, അവർക്ക് തിന്ന പാത്രവും ഗ്ലാസും കഴുകാൻ പറ്റത്തില്ല, അവരെന്തിനാ നമ്മൾ സേഫ് ആക്കി വെക്കുന്നത്, അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നത് ജിസേലിന്റെയും പിന്നീടും കൂടെ അടി ഉണ്ടായിരുന്നല്ലോ. 10 ഗ്ലാസ് ചായ വെച്ചു, 10 ഗ്ലാസ്സിൽ ചായ വെച്ചു, ആ സംഭവം അതിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പൊ പാത്രം ഇവര് തലേ ദിവസം പാത്രം കഴുകി വെക്കാത്തതിനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ ആ കേസുകളൊക്കെ അത്യാവശ്യം ലാലേട്ടൻ ചോദിച്ചു, കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ടോ. പിന്നെ അനുമോള് ക്യാരറ്റ് കട്ടത്, ആ ക്യാരറ്റ് എടുത്ത് കഴിച്ചില്ല, അതിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ ഇത് ജിസേൽ എവിടെ ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നത്, ജിസേൽ കുറെ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലോ, ആ ഒളിപ്പിച്ചു വെക്കുന്ന സാധനങ്ങളൊക്കെ ചോദിച്ചപ്പോ KP നമ്പൂതിരിസിന്റെ കണ്ട് പുറകിലെ ജിസേൽ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ജിസേൽ ഇനി സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടക്കാതെ ഇനി കുറെ കളിക്കണമെന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടോ. അതിന്റെ ഇടയ്ക്ക് ഈ സാബുമാനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ കളിക്കണം,
ഇത് 2 ആഴ്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ഇനിയൊന്നും കാണുന്നില്ല എന്നൊക്കെ ചെറുക്കനെ നാണം കെടുത്തി വിടുന്നുണ്ട്. ആ ചെറുക്കനെ അത് എന്ത് കണ്ടിട്ട് അതിനെ സെലക്ട് ചെയ്തെന്ന് ഒരു പിടി, എന്തിനും ഒരു പാകം വേണ്ടേ? ഒന്നെങ്കിൽ സംസാരം, ഈ ഷർട്ട് ഊരിക്കൊണ്ട് ഇനി ഇന്റർവ്യൂ ചെയ്യാൻ എടുക്കുന്നവരുടെ ഷർട്ട് ഊരി കാണിച്ചിട്ട് അങ്ങനെ വല്ല സെലക്ട് ചെയ്താണോന്ന് അറിയത്തില്ല. ഒരു ഗുണമില്ലാത്ത ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒരു ഗുണം, ഇതിലും ഗുണം ഉണ്ടാകുന്ന ഒരു രേണുസുതിയൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണമുള്ള കണ്ടന്റ് അങ്ങനെയുള്ള ഇതിന്റെ വാ വിളിക്കൂല്ല, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനല്ല, അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. പിന്നെ ലാലേട്ട അനുമോളെ തള്ളിയിട്ട ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അനുമോളെ തള്ളിയിട്ടാ ചോദിക്കുന്നത്. അനുമോള് ഇങ്ങനെ അക്ബറിനോട് സംസാരിപ്പം ആര്യനെ വിളിച്ചത്, പക്ഷെ അത് ആര്യനെ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവായിട്ട് ആര്യനെ വഴക്ക് പറയേണ്ട, കാരണം അത് പ്ലാൻ ചെയ്ത ആര്യനെ, അനുമോളെ തള്ളിയിട്ടതിൽ പ്ലാൻ ചെയ്തേക്കുന്ന ആര്യനായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടി ഇതായിട്ട് ചോദിക്കുന്നതായിരുന്നു. അപ്പൊ അത് മസ്താനിയോട് ചോദിച്ചു. മസ്താനി പറഞ്ഞു ഞങ്ങളിങ്ങനെ ചുമ്മാ തമാശക്കായിട്ട് തള്ളിയിട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനായിട്ടും ചോദിക്കുന്നുണ്ട്, ഇത് മസ്താനെ തള്ളിയിടുമ്പോ തമാശ, മറ്റുള്ളവര് തള്ളിയിടുമ്പോ തമാശയല്ലേ, എന്ത് തള്ളാ മസ്താനി എന്ന് പറഞ്ഞാൽ മസ്താനിനെ അവിടെ ആക്കിക്കൊണ്ടില്ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ കുക്കീസ് ക്യാപ്റ്റൻ അടുക്കള വെച്ച് കുക്കീസ് ഉണ്ടാക്കിയായിരുന്നല്ലോ ഇവര്. അപ്പൊ ആ കുക്കീസ് ഉണ്ടാക്കി എന്തൊക്കെ സാധനം വേണോ നിവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോറ്, ഗോതമ്പ് പൊടി, മുളക് പൊടി എന്നൊക്കെ പറയുന്നുണ്ട് കുക്കീസ് ഉണ്ടാക്കിയത്. പിന്നെ അനുമോൾക്ക് പ്രവീണോട് ചോദിക്കുന്നുണ്ട്, അനുമോള് ചോറെടുത്ത് കഴിച്ചായിരുന്നല്ലോ, അപ്പൊ അതിനകത്ത് കറി ഇടണ്ട എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ അപ്പം അടുത്ത ആഴ്ചത്തെ ഇതെന്താ ഇങ്ങനെ പറയുന്നത് കേട്ടല്ലോ, അടുത്ത ആഴ്ച ഞാൻ മാറ്റും, ഇനി അവിടെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിക്കുന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പ്രവീൺ പറഞ്ഞു ഞാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന എല്ലാം ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രവീൺ എവിക്റ്റ് എന്ന് പറഞ്ഞു. വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു ഷോക്കായി പോയിട്ട് പ്രവീൺ എവിക്റ്റ് എന്ന് എല്ലാവരും, സാബുമാൻ എവിക്റ്റ് ആവുമെന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചത്. പ്രവീൺ എവിക്റ്റ് ആവുന്നപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഞെട്ടലായിരുന്നു. അങ്ങനെ നോർമലായിട്ട് ഒരു എവിക്ഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. ലാലേട്ടൻ പുറത്തോട്ട് വന്നു. അപ്പോൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തെ പറഞ്ഞു കുറെ ഒന്നും ചെയ്യാത്ത ബീൻ ബാഗിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, എന്നിട്ട് അവർ എവിക്റ്റ് ആവുന്നില്ല, ഞാൻ എവിക്റ്റ് ആയെന്ന് എങ്ങനെ അറിയത്തില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. പക്ഷെ പുള്ളി ഗെയിം കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു രസമുള്ള രീതിയിലൊന്നും ഒരു നല്ലൊരു കണ്ടന്റുകളൊന്നും പുറത്തു വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഫസ്റ്റ് ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു ചലന ആ വീട്ടിൽ ആളുണ്ടെന്നാൽ വാഴയായിട്ടിരിക്കുമല്ലോ, ഒരാളുണ്ടെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഗെയിമൊന്നും പുള്ളിയുടേതായിട്ട് ഇല്ല. എന്തായാലും വൈൽഡ് കാർഡ്സ് ഒക്കെ തന്നെ പോവും. നല്ല ബെസ്റ്റ് വൈൽഡ് കാർഡ്സിനെയാണ് ബിഗ് ബോസ് ഇറക്കിയിരിക്കുന്നത്. ഒരു ഗുണമില്ലാത്ത കുറെ 4 വൈൽഡ് കാർഡ്. ഇച്ചിരി ഗുണമുള്ളത് ജിഷിന് ഒരു ഇച്ചിരി ലാലേട്ടന്റെ കഴിഞ്ഞ ആഴ്ചയൊക്കെ വഴക്ക് പറഞ്ഞിരുന്നില്ല, കുറച്ച് മാറ്റം ജിഷിനുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറെ ഇങ്ങനെ ഹൈപ്പറായിട്ടിരുന്ന ജിഷിൻ കുറച്ച് ഒതുങ്ങിയതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജിഷൻ മാത്രം ഒരു ഇച്ചിരി മെച്ചപ്പെട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ കണക്കാന്നേ, എല്ലാം തന്നെ കണക്കാന്നേ. പിന്നെ അത് കഴിഞ്ഞതിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് അനുമോളുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനുമോളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് പോയി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത എവിക്ഷൻ നടക്കാനായിട്ട് അപ്പം മസ്താനി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഈ പ്രവീൺ പോയേന്. പിന്നെ അതിന് ഈ ഇവിടെ നിൽക്കേണ്ടവർക്ക് ശരിയും പോകേണ്ടവർക്ക് തെറ്റും ഇങ്ങനെ നെറ്റിയിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇട്ട് ഇങ്ങനെ കൂടുതലും നമ്മുടെ ലക്ഷ്മിക്കാട്ടോ കിട്ടിയ തെറ്റിയിട്ട് മോനിയിൽ ഇങ്ങനെ തെറ്റിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോയപ്പം ലക്ഷ്മിയോട് ചോദിക്കുക തൊട്ടോട്ടെ ലാലേട്ടനെ ഇതുകൊണ്ട് തൊട്ടിട്ട് പുള്ളി പേടിച്ചു പോയി കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സംസാരമല്ലേ, മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിനുള്ള സംസാരമല്ലേ, പേടിക്കാണ്ടിരിക്കുമോ. അതുപോലെ തന്നെ നൂറൻ ചോദിച്ചു തൊട്ടോട്ടെ ഇങ്ങനെ ഒട്ടിക്കാൻ നേരത്തെ തൊട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒട്ടിച്ചത്. അപ്പൊ പിന്നെ ഒരു കാര്യം, നമ്മുടെ ജിസയിൽ വന്ന പുള്ളിക്കാരിയുടെ ലക്ഷ്മിയുടെ നെറ്റിയിൽ ഇൻറ്റു ഒട്ടിക്കാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞത്, ഈ കഴിഞ്ഞ ആഴ്ച അപ്പാന് പൈപ്പ് ഇവരെല്ലാം കരഞ്ഞപ്പം ചുമ്മാ നാടകമെന്ന് അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കി മസ്താനി. ഈ ആഴ്ച പ്രവീണ് പോയപ്പോൾ മസ്താനി 10 ദിവസം കണ്ട പ്രവീണ് പോയപ്പോൾ ഇവക്ക് ഇരുന്ന് കരയുന്നതിന് കുഴപ്പമില്ല, ഞങ്ങൾ കരഞ്ഞപ്പോൾ ഇവള് ഞങ്ങളെ കളിയാക്കി നാടകമാന്നൊക്കെ പറഞ്ഞു നല്ലൊരു പോയിന്റ് ജിസയില് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ മസ്താനി ഇത് നോക്കി മസ്താനി ഔട്ടാന്ന് പറഞ്ഞു. മസ്താനി ഔട്ടാന്ന് പറഞ്ഞപ്പം നമ്മുടെ ആരിന്റെ അപ്രകടനങ്ങൾ മൊത്തം മാസ്ക് വെച്ചും ക്യാമറയുടെ മുന്നിൽ വെച്ചും പിന്നെ ക്യാമറയിൽ ചെന്നിട്ട് ആരോടാ ഈ അപ്പാനിയോട് പറയുന്നത്, അക്ബറും ആര്യനും ബിന്നിയും രണയിലും അവിടെ പറഞ്ഞു അപ്പാനിക്ക് വേണ്ടിയാ, അപ്പാനി മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പാനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ്
ഈ ഇത് പോകുന്നതിൻ്റെ ഇടയിൽ ഈ മസ്താനെ ഔട്ടാന്ന് പറഞ്ഞപ്പോൾ ആദിലെ നൂറയും കൂടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ടാ അവരോടുന്നത്. പിന്നെ ഇവരാണ് ഈ ചെറിയ രീതിയിലൊരു സ്ക്രൂ കയറ്റി വിട്ടത്. ആരിനെ ഇങ്ങനെ ചെയ്യാനായിട്ട് സ്ക്രൂ കയറ്റി വിട്ടാ നമ്മുടെ ആദിലെ നൂറ കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്തായാലും നല്ല എവിക്ഷനാ. വലിയ കണ്ടന്റ് എന്ന് പറയാൻ വർത്താനം പറയുമെങ്കിലും ഒരുമയ മൊത്തം നെഗറ്റീവായിരുന്നു. പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്നെ വീട്ടുകാരെ വിളിക്കുക. നല്ലൊരു കണ്ടന്റുകളോ ഒരു മൈൻഡ് ഗെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നന്നായി. പിന്നെ അത് കഴിഞ്ഞ് പിക്കി ബാങ്കിനകത്തോട്ട് ജിഷിനും രണയ്ക്കും ഗോൾഡ് കോയിൻ കിട്ടി. അവരതിനകത്ത് ഇട്ടു. അതിനകത്തിട്ട് അപ്പോൾ ഷാനവാസ് മറ്റേ ആ ഗോൾഡ് കോയിൻ ഇവർക്ക് ഫുഡ് എടുക്കാനായിട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞത് ഈ പിക്കി ബാങ്കിനകത്ത് ഇടാനായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഷാനവാസിന്റെ ഗെയിം ഫ്ലോപ്പായിരുന്നു. ഇത് ജിഷിനും രണയ്ക്ക് കിട്ടി. അവർ അതിനകത്ത് ഇട്ടു. അത് കഴിഞ്ഞ് രാത്രിയിലൊരു സംഭവം ഉണ്ടായത്. ഇതിപ്പോൾ എല്ലാ ആഴ്ചയിലും ലാലേട്ടൻ ഇങ്ങനെ ഓരോ കേസുകളാണല്ലോ. ഇങ്ങനെ എന്താ ഇത് പറയുന്നത്. അതിന് മുന്നത്തെ ആഴ്ച ഉമ്മ കേസ്, കഴിഞ്ഞ ആഴ്ച വയറ്റപ്പിടി കേസ്, ഈ ആഴ്ച മേളിക്കേറി കിടപ്പ് കേസ്. എന്തൊക്കെ കേസുകളാണ് ലാലേട്ടൻ. ഇതിന് മുന്നുള്ള സീസണിലൊക്കെ നിങ്ങൾ എന്തിനാ അങ്ങനെ ഗെയിം കളിച്ചത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഗെയിം കളിച്ചത്, ഇങ്ങനെ ഗെയിം കളിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ലാലേട്ടൻ ഇപ്പോൾ വന്നിട്ട് എന്റെ പൊന്നെ ലാലേട്ടൻ. ഇപ്പൊ ലാലേട്ടൻ ഓർക്കും, ലാലേട്ടൻ എഗ്രിമെന്റ് തീർത്തിട്ടെങ്ങാണ്ട് ഈ കൊല്ലം പുതിയ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നതാണ്. എന്തിനാ ഞാൻ ഈ എഗ്രിമെന്റ് പുതുക്കിയെന്ന് തോന്നുന്നുണ്ടായിരിക്കും ലാലേട്ടന്. അതിലെന്ന് പറഞ്ഞാൽ രാത്രി ആയപ്പോഴത്തേനും നിവിനും രണയും കൂടെ ഈ ആര്യന്റെ ബെഡിൽ കയറി നിവിൻ കിടക്കുക. അപ്പൊ ഈ ആര്യം വരുന്ന കണ്ടോണ്ട് കയറി നിവിൻ അവിടെ ചുമ്മാ കളിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ തമാശക്കായിട്ട് ചെയ്തതാ. അപ്പൊ നിവിൻ കയറി കിടന്നപ്പോ ആര്യൻ മാറടാന്ന് പറഞ്ഞൊരു ചവിട്ട് വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും നിവിൻ എണീറ്റ് അനുമോളുടെ ബെഡിൽ പോയി കിടന്നു. അപ്പൊ ആര്യന്റെ ബെഡിൽ കിടക്കാന്നപ്പം ഓടി വന്ന് രണ വന്ന് നിവിന്റെ ബെഡിൽ കിടന്നു. നിവിന്റെ ബെഡിൽ കിടന്നപ്പം നിവിൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഇങ്ങനെ കാലെടുത്ത് മുകളിൽ കെട്ടിച്ചിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിന്ന് രണ പെട്ടെന്ന് പേടിച്ചിട്ട് ചാടി എണീറ്റു. അപ്പൊ അത് പെട്ടെന്ന് നിവിൻ്റെ ആര്യൻ എന്താ ചെയ്യുന്നതിന് ആര്യന് പോലും ഒരു വെളിവില്ല ആര്യൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. അപ്പൊ അങ്ങനെ അത് ചെന്ന് ബിന്നിയോട് എന്ന് പറഞ്ഞു. അപ്പൊ ബിന്നി പറഞ്ഞു, നീ ഒന്ന് ഓർത്ത് നോക്കുക, എന്നിട്ട് ഇത് നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്യില്ല, നമുക്ക് നാളെ പറയാന്നൊക്കെ പറയണ്ട. അപ്പൊ അങ്ങനെ ചെയ്തു. അത് ശരിക്കും അത് അങ്ങനെ ആരും ചെയ്യേണ്ട കാര്യം. ആരും ഒന്നാമത്തെ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരു ചെറുക്കൻ, അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇന്നലെ ഉദിച്ചിട്ടുണ്ട്. അത് ലൈവിനകത്ത് നാളെ തൊട്ട് നല്ല രീതിയിൽ കത്തി അത് വലിയ രീതിയിൽ എപ്പിസോഡിലാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ അത് കത്തി വലിയ രീതിയിലാവും. അതിനാ ചെയ്ത തെറ്റാന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാറുന്നോ അല്ലെ പിടിച്ച് വലിച്ചതായിടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ട് വന്ന് കിടക്കുമ്പോഴത്തേനും അതൊരു ഒന്നാമതെ ബിഗ് ബോസ് ഹൗസോടെ അല്ലേ ഇത്രയും പ്രശ്നങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഇതാവുന്നതല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ ഇന്നലത്തെ ബാക്കി ലൈവിൽ വരുന്ന ഇതിലൊക്കെ ഒന്ന് ഞാൻ പറയാം. അപ്പൊ ബാക്കി ഇത്ര ഉള്ളു സംഭവങ്ങൾ നടന്നത്. എന്തായാലും മസ്താനയുടെ എവിക്ഷൻ അടിപൊളിയായിരുന്നു. ലക്ഷ്മി സേഫ് ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച പേടിക്കേണ്ട ലക്ഷ്മിനെ പുറത്തോട്ട് വിട്ടോളും. സാബുമാനും അടുത്ത ആഴ്ച പുറത്തോട്ട് പോകും തോന്നുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് എപ്പിസോഡിൽ. അപ്പൊ നമുക്ക് അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കരുത് കേട്ടോ.